എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന T20 വേൾഡ് കപ്പിൻ്റെ ഇന്ത്യൻ സ്ക്വാഡ് വൈകാതെ തന്നെ വരും ദിവസങ്ങളിൽ അനൗൺസ് ചെയ്തേക്കാം. ഈ ഒരു മാസം അവസാനത്തിനുള്ളിൽ തന്നെ ഇന്ത്യയുടെ ആ ഒരു 15 അംഗ സ്ക്വാഡ് പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTI റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇന്ത്യൻ സെലക്ടേഴ്സ് ടീമിൽ താരങ്ങളെ സെലക്ട് ചെയ്യുന്നതിനുള്ള കുറച്ച് സിനാരിയോസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിലൊന്ന് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് തന്നെ എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന ഒരു പൊസിഷൻ തന്നെയായിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരായിട്ട് ആരൊക്കെ ഇത്തവണ ടീമിൽ ഇടം കിട്ടുമെന്ന്. ഇന്നലത്തെ ആ ഒരു പ്രകടനമൊക്കെ വെച്ച് ഋഷഭ് പന്ത് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് ടീമിൽ ഇടം വരാനുള്ള സാധ്യത എല്ലാം വളരെ കൂടുതൽ തന്നെയാണ്. ഇവർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് സഞ്ജു സാംസണും KL രാഹുലുമാണ് മത്സരം നടക്കുന്നത്. അതിൽ സഞ്ജുവിനെക്കാട്ടി കുറച്ചുകൂടി മുൻതൂക്കം KL രാഹുലാണ് എന്നാണ് PTI റിപ്പോർട്ട് ചെയ്ത ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് ഋഷഭ് പന്തും സെക്കൻഡ് ഓപ്ഷനായിട്ട് സഞ്ജുവിനെ കടത്തിവിട്ട് KL രാഹുൽ കൂടി ഒരുപക്ഷെ ടീമിലേക്ക് ഇടം നേടിയേക്കാം. അടുത്തത് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് താരങ്ങളുടെ പേരും അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ, ഹർഷ്ദീപ്, മുഹമ്മദ് സിറാജ്, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ് എന്നിവർ ടീമിൽ ഇടം കിട്ടും. ഇവർക്ക് പുറമെ അഡീഷണൽ ഒരു ബൗളറായിട്ട് ആവേശ് ഖാൻ, രവി ബിഷ്ണോയ്, അക്സർ പട്ടേൽ എന്നിവരിൽ ഒരാൾ കൂടി ടീമിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ബാറ്റിങ്ങിൻ്റെ കാര്യം കൂടി പരിഗണിച്ചാണെങ്കിൽ ഓൾറൗണ്ടർ കൂടിയായിട്ടുള്ള അക്സറിനായിരിക്കും കുറച്ചുകൂടി മുൻതൂക്കം. പക്ഷേ ഡെത്ത് ഓവറുകളിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആവേശ് ഖാനും ആ ഒരു ഫൈറ്റിലേക്ക് തൻ്റെ പേര് എടുത്തു ചേർക്കാം. സോ ഇതാണ് അവർ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞ ചില കാര്യങ്ങൾ. സെക്കൻഡ് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് KL രാഹുൽ, സഞ്ജു സാംസണും തമ്മിലാണ് വാശിയേറിയ പോരാട്ടം നടക്കുന്നതിൽ സഞ്ജുവിനൊക്കെ കുറച്ചുകൂടി എക്സ്പീരിയൻസ് പരിഗണിക്കുമ്പോൾ KL രാഹുലിനെ സെലക്ടേഴ്സ് ടീമിൽ ഉൾപ്പെടുത്തിയേക്കാം. ബൗളിങ്ങിൽ ജസ്പ്രീത് ബുംറ, ഹർഷ്ദീപ്, സിറാജ്, ജഡേജ, കുൽദീപ് യാദവ് എന്നിവർ ടീമിൽ ഇടം കിട്ടും. ഇവർക്ക് പുറമെ അഡീഷണൽ ബൗളറായിട്ട് ബിഷ്ണോയ്, ആവേശ്, അക്സർ പട്ടേൽ എന്നിവരിൽ ഒരാൾ കൂടി ടീമിൽ ഇടം കിട്ടിയേക്കും. മറ്റുള്ള പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിൽ നമുക്കറിയാം. ഔട്ട് ഓഫ് ഫോമിൽ അല്ലെങ്കിൽ ഫോം ഇല്ലായ്മയിൽ തുടരുകയാണ് ഹാർദിക് പാണ്ഡ്യ. മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ വളരെ അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രകടനം ഈ ഒരു സീസൺ അദ്ദേഹത്തിന് ഇതുവരെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. ബാറ്റിങ്ങിൽ സ്ട്രൈക്ക് റേറ്റ് വളരെ താഴ്ന്നു തന്നെയാണ്. സോ അദ്ദേഹത്തിന് ആ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ പുറത്തെടുത്തിക്കൊണ്ട് പകരം ശിവം ഡ്യൂബയെ അവർ ടീമിലേക്ക് പരിഗണിച്ചേക്കും എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. സോ എന്നാൽ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു നിമിഷം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെ തന്നെയാണ്. വാശിയേറിയ പോരാട്ടം വിക്കറ്റ് കീപ്പറുടെ റോളിൽ തന്നെയാണ്. ആരാകും ഇന്ത്യയുടെ രണ്ടാം വിക്കറ്റ് കീപ്പർ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.